ലെറ്റ് സ്റ്റഡി ടുഗദറിൻ്റെ 1000 ക്വസ്റ്റ്യൻസ് PDF-ൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസിലെ 4ാമത്തെ വീഡിയോ ആണിത്. 4ാമത്തെ വീഡിയോയുടെ ക്വസ്റ്റ്യൻസ് തുടങ്ങുന്നതിന് മുന്നേ 3ാമത്തെ വീഡിയോയിൽ 65ാമത്തെ ക്വസ്റ്റ്യൻ, വസ്ത്രത്തിൻ്റെ ഫിറ്റ് നിയന്ത്രിക്കാൻ പാറ്റേണിലുള്ള വെട്ട് അല്ലെങ്കിൽ കട്ട് ഏത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ആൻസർ നമ്മൾ ഡാർട്ട് ഇൻടേക്ക് ആയിട്ടായിരുന്നു പറഞ്ഞിരുന്നത്, പക്ഷെ അതൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഓപ്ഷൻ എ ഡാർട്ട് പോയിൻ്റ് ആണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. റെഫറൻസ് ആയിട്ട് നമ്മളുടെ ITA-യുടെ തന്നെ ട്രേഡ് തിയറി ടെക്സ്റ്റ്, അതിലെ ഡാർട്ട് പോയിന്റ് എ വെഡ്ജ് ഷേപ്പ് കട്ട് ഔട്ട് ഇൻ എ പാറ്റേൺ ടു കൺട്രോൾ എ ഫിറ്റ് ഓഫ് ദ ഗാർമെൻറ്റ് എന്ന് കറക്റ്റ് ആ സെൻറ്റൻസ് ആയിട്ട് തന്നെ അല്ലെങ്കിൽ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസ് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഡാർട്ട് പോയിൻ്റ് ആണ് ആൻസറായിട്ട് വരുന്നത്. മാറ്റി എക്സ്പ്ലെയിൻ ചെയ്തതിൽ ക്ഷമിക്കണം. അപ്പോൾ 65ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആയി മാർക്ക് ചെയ്തിട്ടുള്ളവർ അത് ഓപ്ഷൻ എ ആയിട്ട് മാറ്റി മാർക്ക് ചെയ്യുക കേട്ടോ. വസ്ത്രത്തിൻ്റെ ഫിറ്റ് നിയന്ത്രിക്കാൻ പാറ്റേണിലുള്ള വിട്ട് അല്ലെങ്കിൽ കട്ട് ഏത് എന്ന് ചോദിക്കുന്നതിൻ്റെ ആൻസർ ഡാർട്ട് പോയിന്റ് ആണ്. ക്വസ്റ്റ്യൻ സെറ്റിൻ്റെ 4ാമത്തെ വീഡിയോയിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 76. സിപ്പർ പ്ലാക്കറ്റ് തയ്ക്കാൻ ഉപയോഗിക്കുന്ന സീം ഏത്? സിപ്പർ പ്ലാക്കറ്റ് തയ്ക്കാൻ ഉപയോഗിക്കുന്ന സീം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസറായിട്ട് വരുന്നത് ലാബ്ഡ് സീമാണ്. ലാബ്ഡ് സീമാണ് സിപ്പർ പ്ലാക്കറ്റ് തയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ലാബ്ഡ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഒന്നിനു മുകളിൽ മറ്റൊന്ന് കയറ്റി വെക്കുക അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്യുക എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത് ലാബ്ഡ് എന്നുള്ളതിന്. അതായത് 2 തുണി കഷ്ണങ്ങൾ ഒന്നിനു മുകളിൽ മറ്റൊന്ന് അല്പം കയറ്റി വെച്ച് തുന്നുന്ന സീമിനെയാണ് നമ്മൾ ലാബ്ഡ് സീം എന്ന് പറയുന്നത്. സിപ്പർ ഘടിപ്പിക്കുമ്പോൾ സാധാരണയായിട്ട് ഒരു ഭാഗം മറ്റേ ഭാഗത്തിന് മൂടുന്ന രീതിയിലാണ് സിപ്പർ തുന്നാറുള്ളത്. ഇതിലൂടെ നമുക്ക് സിപ്പർ കൂടുതൽ ഭംഗിയായി കാണപ്പെടുകയും അതുപോലെ തന്നെ കുറച്ച് ഉറപ്പോടുകൂടി നമുക്ക് ഘടിപ്പിക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് സിപ്പർ പ്ലാക്കറ്റ് അല്ലെങ്കിൽ സിപ്പ് പ്ലാക്കറ്റ് തയ്ക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായ സീം എന്ന് പറയുന്നത് ലാബ്ഡ് സീം ആയിട്ട് പറയുന്നത്. ലാബ്ഡ് സീം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പോലെ ട്രൗസർ ഫ്ലൈ സിപ്പിൽ, സ്കേർട്ട് സിപ്പറിൽ, ഡ്രസ് സിപ്പർ, ജാക്കറ്റ് സിപ്പർ, അതുപോലെ സിപ്പ് പ്ലാക്കറ്റ് കൺസ്ട്രക്ഷനിലൊക്കെയാണ്. ഇതിൽ സിപ്പർ സേഫായിട്ട് അല്ലെങ്കിൽ ഭംഗിയായിട്ടും സേഫായിട്ടും ഘടിപ്പിക്കാനാണ് ഈ സീം ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള ഫ്രഞ്ച് സീം, ഇത് വളരെ വൃത്തിയായിട്ടുള്ള ഫിനിഷ് ലഭിക്കുന്നൊരു സീമാണ്. അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള തുണികളിൽ കൂടുതലായി ഉപയോഗിക്കുന്ന സീമാണ് ഫ്രഞ്ച് സീം എന്ന് പറയുന്നത്. സിപ്പർ ഘടിപ്പിക്കാനായിട്ട് നമ്മളധികം ഉപയോഗിക്കാറില്ല. സിമ്പിൾ സീം എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും സാധാരണമായിട്ടുള്ള സീം. എന്നാൽ അത് നമ്മൾ സിപ്പർ ഘടിപ്പിക്കാൻ അല്ലെങ്കിൽ സിപ്പ് പ്ലാക്കറ്റിന് ഉപയോഗിക്കുന്നില്ല. ബൗണ്ട് സീം എന്താണ്? സീം എഡ്ജ് ബൈൻഡിങ് ഉപയോഗിച്ച് ഫിനിഷ് ചെയ്യുന്നതിന് ആണ് ഇത് ഉപയോഗിക്കുന്നത്. സിപ്പ് പ്ലാക്കറ്റ് നിർമ്മിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ലാബ്ഡ് സീം എന്ന് പറയുന്ന ഓവർലാപ്പിംഗ് പോലെയുള്ള സീമാണ്. ഇതെന്താണ്? ഒരു ഭാഗം സിപ്പർ സൈഡിനെ മൂടുന്ന രീതിയിൽ ഘടിപ്പിക്കുന്ന ഒരു ടൈപ്പ് സീമാണ്. ഇനി 77ാമത്തെ ക്വസ്റ്റ്യൻ, പുരുഷന്മാരുടെ ഷർട്ട് ഫ്രണ്ട് പ്ലാക്കറ്റ് എങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്നു? പുരുഷന്മാരുടെ ഷർട്ടിൻ്റെ ഫ്രണ്ട് പ്ലാക്കറ്റ് എങ്ങനെയാണ് ഓവർലാപ്പ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ലെഫ്റ്റ് ഓവർ റൈറ്റ് ആണ് പുരുഷന്മാരുടെ ഷർട്ടിൻ്റെ ഫ്രണ്ട് പ്ലാക്കറ്റ് നമ്മൾ ഓവർലാപ്പ് ചെയ്യുന്നത്. ബട്ടൺ ഹോൾ സിപ്പ് എന്നിവ ഘടിപ്പിക്കുന്നതിനായിട്ട് വസ്ത്രത്തിൽ നൽകുന്ന തുറന്ന ഭാഗത്തിനെയാണ് നമ്മൾ പ്ലാക്കറ്റ് എന്ന് പറയുന്നത് അല്ലെ. ബട്ടൺ ഹോൾ സിപ്പ് അതൊക്കെ നമ്മൾ ഘടിപ്പിക്കുന്ന അല്ലെങ്കിൽ വസ്ത്രം ഓപ്പൺ ആയിട്ട് ഈസി ആയിട്ട് ഇടാനും അതുപോലെ തന്നെ അഴിക്കാനുമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഗാർമെന്റിൽ കൊടുക്കുന്ന ഒരു തുറപ്പ് അല്ലെങ്കിൽ ഓപ്പണിംഗ് ആണ് നമ്മുടെ പ്ലാക്കറ്റ്. ഇതിൽ പ്ലാക്കറ്റിന്റെ ഒരു ഭാഗം മറ്റേ ഭാഗത്തിന്റെ മുകളിലേക്ക് ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഷർട്ടിന്റെ ബട്ടൺ ഇടുമ്പോൾ ഒരു മുൻഭാഗം മറ്റേ മുൻഭാഗത്തെ മൂടി വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ചോദ്യത്തിൽ എന്താണ്? പുരുഷന്മാരുടെ ഷർട്ട് ഫ്രണ്ട് പ്ലാക്കറ്റിന്റെ ഓവർലാപ്പ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഓവർലാപ്പ് ദിശയാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളുടെ ആൻസർ എന്താണ്? ലെഫ്റ്റ് ഓവർ റൈറ്റ് എന്നാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹുഡഡ് ജാക്കറ്റിൽ ഉപയോഗിക്കുന്ന സിപ്പർ പ്ലാക്കറ്റ് ഏത്? ഹുഡഡ് ജാക്കറ്റിൽ ഉപയോഗിക്കുന്ന സിപ്പർ പ്ലാക്കറ്റ് ഏതാണ്? ഓപ്പൺ എൻഡ് സിപ്പർ പ്ലാക്കറ്റ് ആണ് ഹുഡഡ് ജാക്കറ്റിൽ ഉപയോഗിക്കുന്നത്. ഓപ്പൺ എൻഡ് സിപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പൺ എൻഡ് എന്നത് താഴെ ഭാഗം വരെ, ഒരു ഗാർമെന്റിന്റെ താഴ്ഭാഗം വരെ പൂർണ്ണമായും നമുക്ക് ഓപ്പൺ ചെയ്ത് വേർപെടുത്താൻ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന
കഴിയുന്ന എന്താണ് സിപ്പറാണ് ഓപ്പണിങ് സിപ്പർ എന്ന് പറയുന്നത് അല്ലേ. സിപ്പർ മുഴുവൻ തുറന്നാൽ 2 ഭാഗങ്ങളും പൂർണ്ണമായും 2 സെപ്പറേറ്റ് ആയിട്ട് പോവും. പിന്നെ നമ്മൾ വീണ്ടും സ്ലൈഡർ ഉപയോഗിച്ച് ചേർത്താൽ മാത്രമേ സിപ്പർ പഴയ പോലെ നമുക്ക് അടയ്ക്കാനായിട്ട് കഴിയുള്ളൂ. ഈ പ്രത്യേകത കൊണ്ടാണ് ഓപ്പണിംഗ് സിപ്പർ ജാക്കറ്റുകളിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്പോർട്സ് വെയറുകളിലൊക്കെ കൂടുതലായി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് ഇതാണ്. ഹുഡഡ് ജാക്കറ്റ്, വിന്റർ ജാക്കറ്റ്, സ്പോർട്സ് ജാക്കറ്റ്, സ്വെറ്റ് ഷർട്ട് ജാക്കറ്റ്, കോട്ട് മുതലായവയിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് ഇതാണ്. ഇൻവിസിബിൾ സിപ്പർ. ഇൻവിസിബിൾ സിപ്പർ എന്ന് പറയുന്ന ഈ സിപ്പർ പുറത്തു നിന്ന് കാണാൻ കഴിയാത്ത രീതിയിൽ ഘടിപ്പിക്കുന്നതാണ്. ഡ്രസ്സ്, സ്കേർട്ട്, ഗൗൺ എന്നിവയിലൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഫ്ലൈ ഫ്രണ്ട്, ഇത് പ്രധാനമായിട്ടും ട്രൗസറിന്റെ ഫ്രണ്ട് ഓപ്പണിങ്ങിൽ ഉപയോഗിക്കുന്ന ഫ്ലൈ കൺസ്ട്രക്ഷൻ ആണ്. ഹുഡഡ് ജാക്കറ്റിൽ ഉപയോഗിക്കുന്ന സിപ്പർ തരം അല്ല ഇത്. അതുപോലെ തന്നെ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്പൺ എൻഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 79. പോക്കറ്റ് തുറമുഖം അടയ്ക്കുന്ന ലിപ്പ് പീസിന്റെ പേരെന്ത്? പോക്കറ്റ് തുറമുഖം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോക്കറ്റ് ഓപ്പണിംഗ് ആണ് കേട്ടോ. അടയ്ക്കുന്ന ലിപ്പ് പീസിന്റെ പേര് എന്ത്? എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? പോക്കറ്റ് വെൽറ്റ്. പോക്കറ്റ് വെൽറ്റ് എന്താണ്? വെൽറ്റ് എന്ന് പറയുന്നത് പോക്കറ്റിന്റെ ഓപ്പണിംഗ് ഭാഗത്ത് തുന്നിച്ചേർക്കുന്ന ഒരു ചെറിയ ഫാബ്രിക് പീസാണല്ലേ. തുണിയുടെ ഒരു പട്ടി പോലെ ഫാബ്രിക് പീസാണ്. ഈ തുണിപ്പട്ടി നമ്മൾ പോക്കറ്റിന്റെ തുറന്ന ഭാഗത്ത് വൃത്തിയും ഫിനിഷും കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി, കൂടാതെ പോക്കറ്റിന്റെ ഓപ്പണിങ്ങിനൊരു ഭംഗി, ഒരു രൂപം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഭാഗമാണിത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ പോക്കറ്റ് വെൽറ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഒരു ഫോർമൽ ട്രൗസർ അല്ലെങ്കിൽ കോട്ടിന്റെ പിൻഭാഗത്ത് പോക്കറ്റ് ശ്രദ്ധിച്ചാൽ പോക്കറ്റിന്റെ വായ ഭാഗത്ത് ഓപ്പണിങ്ങിൽ ഒരു ചെറിയ ക്ലോത്ത് പീസ് കാണാനായിട്ട് പറ്റും. ഇതാണ് പോക്കറ്റ് വെൽറ്റ്. പോക്കറ്റ് വെൽറ്റിന്റെ പ്രധാന ഉപയോഗങ്ങൾ എന്ന് പറയുന്നത് പോക്കറ്റ് ഓപ്പണിങ്ങിന് സ്ട്രെങ്ത് കൊടുക്കുന്നു, അതുപോലെ പോക്കറ്റിന് കുറച്ചും കൂടി ഒരു വൃത്തിയുള്ളൊരു ഷേപ്പ് നൽകുന്നു, അതുപോലെ പോക്കറ്റിന്റെ ആകൃതി നിലനിർത്തുന്നു. ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഫിനിഷിംഗ് ആണ് നമ്മുടെ പോക്കറ്റിന് കിട്ടുന്നത് വെൽറ്റ് വെക്കുമ്പോൾ. ഈ ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുമ്പോൾ പോക്കറ്റ് ഫ്ലാപ്പ്, ഇത് പോക്കറ്റിന്റെ മുകളിലായി കാണുന്ന ഇങ്ങനെ മൂടി നമുക്ക് മേലിൽ നിന്ന് കവർ ചെയ്യുന്ന രീതിയിലുള്ളൊരു ഭാഗമാണ്. അതുപോലെ തന്നെ പോക്കറ്റ് ഹെം എന്ന് പറയുന്നത് എന്താണ്? പോക്കറ്റ് കൺസ്ട്രക്ഷനിൽ സാധാരണ ഉപയോഗിക്കുന്നൊരു വേർഡല്ല. പോക്കറ്റ്, ഇത് മുഴുവൻ പോക്കറ്റിനെയും പറയുന്നൊരു പേരാണ്. അപ്പൊ ആൻസർ എന്താണ്? പോക്കറ്റ് വെൽറ്റ്. ഇനി 80ാമത്തെ ക്വസ്റ്റ്യൻ, വസ്ത്രം ധരിക്കാനും ഒഴിവാക്കാനും എളുപ്പമാക്കാൻ ഉപയോഗിക്കുന്ന ഭാഗം ഏത്? വസ്ത്രം ധരിക്കാനും അത് ഒഴിവാക്കാൻ മീൻസ് റിമൂവ് ചെയ്യാനും എളുപ്പമാക്കാൻ ഉപയോഗിക്കുന്ന ഭാഗം ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, പ്ലാക്കറ്റ് ആണ്. വസ്ത്രം ഓപ്പണിംഗ് എന്ന് പറയുന്നത് പ്ലാക്കറ്റ് ആണ്. ഇനി 81ാമത്തെ ക്വസ്റ്റ്യൻ, പെറ്റിക്കോട്ടിനായി അനുയോജ്യമായ പ്ലാക്കറ്റ് ഏത്? പെറ്റിക്കോട്ടിനായി അനുയോജ്യമായ പ്ലാക്കറ്റ് ഏത്? ഏതാണ് പെറ്റിക്കോട്ടിന് അനുയോജ്യമായിട്ടുള്ള പ്ലാക്കറ്റ്? കണ്ടിന്യൂസ് പ്ലാക്കറ്റ്. പെറ്റിക്കോട്ടിന് അനുയോജ്യമായിട്ടുള്ള പ്ലാക്കറ്റ് ഏതാണ്? കണ്ടിന്യൂസ് പ്ലാക്കറ്റ്. കണ്ടിന്യൂസ് പ്ലാക്കറ്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രിപ്പ് ഓഫ് ഫാബ്രിക്, സിംഗിൾ സ്ട്രിപ്പ് ഓഫ് ഫാബ്രിക് ഉപയോഗിച്ചിട്ട് വസ്ത്രത്തിന്റെ ഓപ്പണിംഗ് ഭാഗം ഫിനിഷ് ചെയ്യുന്ന പ്ലാക്കറ്റാണ് കണ്ടിന്യൂസ് പ്ലാക്കറ്റ് എന്ന് പറയുന്നത്. സിംഗിൾ സ്ട്രിപ്പ് ഓഫ് ഫാബ്രിക് ഉപയോഗിച്ചിട്ട് പ്ലാക്കറ്റിന്റെ കംപ്ലീറ്റ് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഫിനിഷ് ചെയ്യുന്ന പ്ലാക്കറ്റിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് പ്ലാക്കറ്റ് എന്ന് പറയുന്നത്. ഇത് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. അതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ ഗാർമെന്റ്സിൽ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന പ്ലാക്കറ്റ് എന്ന് പറയുന്നത് ഇതാണ്. പെറ്റിക്കോട്ടിൽ കണ്ടിന്യൂസ് പ്ലാക്കറ്റ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, പെറ്റിക്കോട്ട് ധരിക്കുമ്പോൾ വേസ്റ്റിന്റെ ഭാഗത്ത് ചെറിയൊരു ഓപ്പണിംഗ് നമുക്ക് ആവശ്യമുണ്ട്. ഈ പെറ്റിക്കോട്ട് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് സാരി പെറ്റിക്കോട്ടാണ്. ചെറിയ ഒരു വേസ്റ്റ് ഭാഗത്ത് ചെറിയൊരു ഓപ്പണിംഗ് ആവശ്യമാണ്. ഈ ഭാഗത്ത് നമുക്ക് നല്ല സ്ട്രെങ്ത് ഉള്ള അല്ലെങ്കിൽ കുറച്ച് ഫിനിഷിങ് കിട്ടാനും, സ്ട്രെങ്ത് ഉണ്ടാവാനും, അതുപോലെ തന്നെ കുറച്ച് ഫിനിഷിങ് കിട്ടാനും, അതുപോലെ തന്നെ റിമൂവ് ചെയ്യാനും ധരിക്കുമ്പോഴും കുറച്ച് ഈസി ആവാനും വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടിന്യൂസ് പ്ലാക്കറ്റ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അത് പെറ്റിക്കോട്ടിന് പുറമേ നമ്മൾ ചിൽഡ്രൻസ് ഗാർമെൻറ്റ്സ്, സ്ലീവ് ഓപ്പണിംഗ്, കുർത്ത ഓപ്പണിംഗ്, നൈറ്റ് ഡ്രസ്സിലൊക്കെ നമ്മൾ ഈ പ്ലാക്കറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഇനി 2 പീസ് പ്ലാക്കറ്റ് ഓപ്ഷൻസിലെ ബാക്കിയുള്ള 2 പീസ് പ്ലാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ ഷർട്ടിന്റെ സ്ലീവ് ഓപ്പണിങ്ങിൽ ഉപയോഗിക്കുന്ന പ്ലാക്കറ്റ് ആണ്. ഇറ്റാലിയൻ പ്ലാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫോർമൽ ഷർട്ടുകളിൽ ഉപയോഗിക്കുന്ന ഒരു തരം ഫ്രണ്ട് പ്ലാക്കറ്റ് ആണ്. സിപ്പർ പ്ലാക്കറ്റ് എന്ന് പറഞ്ഞാൽ സിപ്പർ ഘടിപ്പിക്കുന്ന വസ്ത്രങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു പ്ലാക്കറ്റ് ആണ്.
പെറ്റിക്കോട്ടിലാണ് സാധാരണയായിട്ട് പെറ്റിക്കോട്ടിൽ ഉപയോഗിക്കുന്ന പ്ലാക്കറ്റ് ഏതാണ്? കണ്ടിന്യൂസ് പ്ലാക്കറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്ലാഷ് പോക്കറ്റ് സാധാരണയായി എവിടെയാണ് സ്ഥാപിക്കുന്നത്? സ്ലാഷ് പോക്കറ്റ് സാധാരണയായി എവിടെ സ്ഥാപിക്കുന്നു? വയറിനു താഴെ അല്ലെങ്കിൽ ബിലോ വേസ്റ്റ് ലൈൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബിലോ വേസ്റ്റ് ലൈൻ. സ്ലാഷ് പോക്കറ്റ് എന്താണ്? വസ്ത്രത്തിൽ ചെരിഞ്ഞതോ സ്ലാൻഡായോ നേരെയായോ, അതായത് ചെരിഞ്ഞതോ നേരെയായിട്ടുള്ള ഓപ്പണിംഗ് നൽകി നിർമ്മിക്കുന്ന പോക്കറ്റിനെയാണ് നമ്മൾ സ്ലാഷ് പോക്കറ്റ് എന്ന് പറയുന്നത്. ചെരിഞ്ഞോ സ്ട്രെയിറ്റ് ആയോ ഉള്ള ഓപ്പണിംഗ് നൽകി നിർമ്മിക്കുന്ന പോക്കറ്റിനെയാണ് നമ്മൾ സ്ലാഷ് പോക്കറ്റ് എന്ന് പറയുന്നത്. ഇത് പുറത്തേക്ക് തൂങ്ങിയിരിക്കുന്ന പോക്കറ്റ് അല്ല. പോക്കറ്റിന്റെ പൗച്ച് വസ്ത്രത്തിന്റെ അകത്താണ് സ്ഥിതി ചെയ്യുന്നത്. ട്രൗസർ, പാന്റ്, സ്കേർട്ട്, ഷോർട്സ് തുടങ്ങിയ ബോട്ടം വെയറുകൾ, അതായത് വേസ്റ്റിന് താഴേക്ക് വരുന്ന ഗാർമെന്റുകളിലാണ് സ്ലാഷ് പോക്കറ്റ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. സ്ലാഷ് പോക്കറ്റ് സാധാരണയായി വേസ്റ്റ് ബാൻഡിന്റെ തൊട്ട് താഴെയായിട്ടാണ് സ്ഥാപിക്കുന്നത്. അതായത് ബിലോ വേസ്റ്റ് ലൈൻ എന്ന സ്ഥാനത്താണ് നമ്മളിത് നൽകുന്നത്. ഇങ്ങനെ സ്ഥാപിക്കുന്നതിലൂടെ കൈ എളുപ്പത്തിൽ പോക്കറ്റിനുള്ളിലേക്ക് ഇടാനായിട്ട് കഴിയും. കൂടാതെ വസ്ത്രത്തിന്റെ ഭംഗിയും നമുക്ക് നിലനിർത്താനായിട്ട് കഴിയും. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? നെഞ്ചു ഭാഗത്ത് അല്ല, ഓപ്ഷൻ എ എന്താണ്? വയറിനു മുകളിൽ. ഇത് സ്ലാഷ് പോക്കറ്റിന്റെ സാധാരണ സ്ഥാനമല്ല. നെഞ്ചു ഭാഗത്ത് ഇവിടെ എന്താണ്? പാച്ച് പോക്കറ്റ് അല്ലെങ്കിൽ വെൽറ്റ് പോക്കറ്റ് ഒക്കെയാണ് അവിടെ കൊടുക്കുക. ഹിപ്പ് ഭാഗത്ത് എന്താണ്? ട്രൗസറിന്റെ ബാക്ക് ഹിപ്പ് ഭാഗത്ത് സാധാരണ വെൽറ്റ് പോക്കറ്റ് അല്ലെങ്കിൽ പാച്ച് പോക്കറ്റ് ഒക്കെയാണ് നമ്മൾ കൊടുക്കാറ്. അതിനാൽ സ്ലാഷ് പോക്കറ്റ് സാധാരണ വേസ്റ്റ് ലൈനിന്റെ താഴെ ഭാഗത്തായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇറ്റാലിയൻ പ്ലാക്കറ്റിലെ രണ്ട് ഭാഗങ്ങളുടെ വീതി എങ്ങനെയായിരിക്കും? ഇറ്റാലിയൻ പ്ലാക്കറ്റിന്റെ രണ്ട് ഭാഗങ്ങളുടെയും വീതി എങ്ങനെയായിരിക്കും? ഇറ്റാലിയൻ പ്ലാക്കറ്റിന്റെ രണ്ട് ഭാഗങ്ങളുടെ വീതി എന്തായിരിക്കും? രണ്ടും ഒരേ വീതി ആയിരിക്കും. ഇറ്റാലിയൻ പ്ലാക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുരുഷന്മാരുടെ ഫോർമൽ ഷർട്ടുകൾ ഉപയോഗിക്കുന്ന ഒരു ഫ്രണ്ട് പ്ലാക്കറ്റ് ആണ്. ഈ പ്ലാക്കറ്റ് വസ്ത്രത്തിന് നല്ല ഭംഗിയും മികച്ച ഫിനിഷിങ്ങും നൽകും. അതുപോലെ തന്നെ ഇറ്റാലിയൻ പ്ലാക്കറ്റിന്റെ ഇടതുഭാഗവും വലതുഭാഗവും, ഓവർലാപ്പ് ചെയ്യുന്ന ഭാഗവും അണ്ടർലാപ്പ് ആയിട്ട് പോകുന്ന ഭാഗവും ഈക്വൽ വിഡ്ത്ത് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇതുകൊണ്ടാണ് ഷർട്ടിന്റെ ഫ്രണ്ട് ഓപ്പണിംഗിൽ കൂടുതൽ ബാലൻസ്ഡ് ആയിട്ടും വൃത്തിയായിട്ടും കാണുന്നതുകൊണ്ടാണ് അത് അവിടെ കൊടുക്കുന്നത്. ഫോർമൽ ഷർട്ടിന്റെ മുൻവശം ശ്രദ്ധിച്ചാൽ ബട്ടൺ സ്റ്റാൻഡിന്റെ ഇരുവശങ്ങളും ഏകദേശം ഒരേ വീതിയിലാണ് കാണുന്നത്. ഇതാണ് ഇറ്റാലിയൻ പ്ലാക്കറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്ത ഓപ്ഷൻസ് എന്താണ്? ഇടതുഭാഗം വലുത്, വലതുഭാഗം വലുത്, വലതു മീതെ വരും. അതൊന്നും കറക്റ്റ് ആൻസർ അല്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, സെന്റർ ഫ്രണ്ട് പ്ലാക്കറ്റ് റൈറ്റ് ഓവർ ലെഫ്റ്റ് ഏത് വസ്ത്രത്തിൽ? സെന്റർ ഫ്രണ്ട് പ്ലാക്കറ്റ് റൈറ്റ് ഓവർ ലെഫ്റ്റ് ആയി വരുന്നത് ഏത് വസ്ത്രത്തിലാണ്? വിമൻസ് വെയറിലാണ്. നമ്മളെപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നൊരു എക്സാമിന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണിത്, എപ്പോഴും കാണാറുള്ളത്. ജെൻസ് ഗാർമെന്റിൽ നമുക്ക് ലെഫ്റ്റ് ഓവർ റൈറ്റും വിമൻസ് ഗാർമെന്റിൽ നമുക്ക് എന്താണ്? റൈറ്റ് ഓവർ ലെഫ്റ്റും ആണ് പ്ലാക്കറ്റ് വരുന്നത്. 85ാമത്തെ ക്വസ്റ്റ്യൻ, പോക്കറ്റ് കോണുകളിൽ ബാർ ട്രയാങ്കിൾ സ്റ്റിച്ച് ചെയ്യുന്നതിന്റെ കാരണം? പോക്കറ്റിന്റെ കോണുകളിൽ ബാർ അല്ലെങ്കിൽ ട്രയാങ്കിൾ സ്റ്റിച്ച് ചെയ്യുന്നതിന്റെ കാരണം എന്താണ്? ബാർ ടാക്ക് എന്ന് പറയുന്നത് എന്താണ്? ചെറുതും കട്ടിയുള്ളതുമായ പലതവണ നമ്മളിങ്ങനെ മുന്നോട്ടും പിന്നോട്ടും തുന്നി നിർമ്മിക്കുന്ന ഒരു ശക്തിയായ സ്റ്റിച്ചാണല്ലോ നമ്മൾ ബാർ ടാക്ക് മെഷീനൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ബാർ സ്റ്റിച്ച് ചെയ്യുന്നത്. പോക്കറ്റിന്റെ ഓപ്പണിംഗ് ഭാഗത്ത് രണ്ട് കോണുകളിലാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് സ്ട്രെസ് വരുന്നത്, അല്ലെങ്കിൽ അവിടെയാണ് ഏറ്റവും വലിവ് ഉണ്ടാവുന്നത്. നമ്മൾ കൈ പോക്കറ്റിൽ ഇടുമ്പോഴും പുറത്തെടുക്കുമ്പോഴും ഭാരമുള്ള സാധനങ്ങൾ പോക്കറ്റിൽ വെക്കുമ്പോഴും ഏറ്റവും കൂടുതൽ സ്ട്രെസ് കിട്ടുന്ന ഭാഗം ഈ ഓപ്പണിങ്ങിന്റെ രണ്ട് കോണുകളാണ്. വെയിറ്റ് കൂടുമ്പോഴൊക്കെ ഇങ്ങനെ തൂങ്ങാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ. അതുകൊണ്ടാണ് ആ ഭാഗത്ത് നമ്മൾ ബാർ ടാക്ക് അല്ലെങ്കിൽ ട്രയാങ്കിൾ സ്റ്റിച്ച് ചെയ്ത് ആ ഭാഗം കൂടുതലായിട്ട് ശക്തി കൂട്ടി വെക്കുന്നത്. ഇപ്പോൾ ജീൻസിന്റെ പോക്കറ്റ്, ട്രൗസർ പോക്കറ്റ്, കാർഗോ പോക്കറ്റ് അങ്ങനെയുള്ള, അതുപോലെ വർക്ക് വെയർ ഡ്രസ്സുകളുടെ പോക്കറ്റുകളൊക്കെ. ഈ ബാർടാക്കിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് പോക്കറ്റിന്റെ കോണുകൾ ശക്തിപ്പെടുത്തുന്നു, അതുപോലെ കീറി പോകുന്നത് തടയുന്നു, കൂടുതൽ കാലം അവിടെ സ്റ്റിച്ചസ് ഈട് നിൽക്കാനായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് സഹായിക്കുന്നു. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ഡെക്കറേഷൻ, ഫിനിഷിംഗ്, അറ്റാച്ചിങ്. അതൊക്കെ ജസ്റ്റ് ഇതിന് ആൻസർ ആയിട്ട് വരുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, റൗണ്ട് ഫേസിന് അനുയോജ്യമായ നെക്ക് ഡിസൈൻ ഏത്? റൗണ്ട് ഫേസിന് അനുയോജ്യമായ നെക്ക് ഡിസൈൻ ഏതാണ്? റൗണ്ട് ഫേസിന് അനുയോജ്യമായ നെക്ക് ഡിസൈൻ എന്ന് പറയുന്നത് വി നെക്ക് ആണ്. വി നെക്ക്.
റൗണ്ട് ഫേസ് ഉള്ളവരുടെ മുഖത്തിന് സാധാരണയായിട്ട് വീതി കൂടുതലും നീളം കുറവുമായിരിക്കും. അതായത് കവിളുകൾ അല്ലെങ്കിൽ ചീക്സ് ഭാഗങ്ങൾ ഭയങ്കര ഫിൽഡ് ആയിട്ടായിരിക്കും മുഖം ഇങ്ങനെ വൃത്താകൃതിയിൽ തോന്നും, അതുകൊണ്ട് ഫിൽഡ് ആയിട്ടിരിക്കണോണ്ട്. അപ്പം നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൽ നെക്ക് ഡിസൈൻ തിരഞ്ഞെടുക്കുമ്പോൾ ശരീരത്തിൻ്റെ യഥാർത്ഥ ആകൃതി നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷെ നമുക്കൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് മുഖത്തിന് കുറച്ച് നീളമുള്ളതോ അല്ലെങ്കിൽ ഇത്തിരി മെലിഞ്ഞതായിട്ടോ തോന്നിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയും. അവിടെയാണ് വീനെക്കിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. വീനെക്ക് കഴുത്തിലൊരു വേർട്ടിക്കൽ ഒരു പ്രതീതിയാണ് അവിടെ സൃഷ്ടിക്കുന്നത്. അപ്പം ഇതിലൂടെ നമുക്ക് കാണുമ്പോൾ ചെറുതായിട്ട് കഴുത്ത് നീളമുള്ളതായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് റൗണ്ട് ഫേസ് ഉള്ളവർക്ക് ഏറ്റവും അനുയോജ്യമായ നെക്ക് ഡിസൈൻ എന്ന് പറയുന്നത് വീനെക്കാണെന്ന് പറയുന്നത്. സ്ക്വയർ നെക്ക് എന്ന് പറയുന്നത് ഇത് തോളിൻ്റെ വീതി എടുത്ത് കാണിക്കുന്നൊരു ടൈപ്പ് നെക്കാണ്. റൗണ്ട് ഫേസിലുള്ളവർക്ക് പിന്നെയും വീതിയാണ്, അത് നീളം കൂടുതലായിട്ട് കാണിക്കുന്നില്ല. യൂനെക്ക് ആണെങ്കിൽ ഇത് സാധാരണ ഒരു നെക്ക് ഡിസൈനാണ്, പക്ഷെ വീനെക്ക് പോലെ മുഖം നീളം കൂടുതലായി തോന്നിപ്പിക്കുന്ന ടൈപ്പല്ല. ക്ലോസ്ഡ് നെക്ക് എന്ന് പറയുമ്പോൾ കഴുത്ത് പൂർണ്ണമായി മൂടുന്നതിനാൽ റൗണ്ട് ഫേസ് ഉള്ളവർക്ക് മുഖം പിന്നെയും റൗണ്ടായിട്ട് ഫീൽ ചെയ്യാനായിട്ട് കാരണമാകും. സോ ആൻസർ എന്താണ്? വീനെക്ക്. സ്ലീവ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്ലീവ് പ്ലാക്കറ്റ് ശക്തിപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് എന്ത്? സ്ലീവ് പ്ലാക്കറ്റ് ശക്തിപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് എന്താണ്? ക്യാൻവാസ്. സ്ലീവ് പ്ലാക്കറ്റ് സ്ലീവിൻ്റെ അറ്റത്ത്, പ്രത്യേകിച്ച് ഷർട്ട് സ്ലീവിൻ്റെ ഒക്കെ കൈ എളുപ്പത്തിൽ കടത്താനും കഫ് ഘടിപ്പിക്കാനായിട്ട് നമ്മൾ ചെറിയ ഓപ്പണിംഗ് കൊടുക്കാറുണ്ട് അല്ലേ? ഈ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ സ്ലീവ് പ്ലാക്കറ്റ് എന്ന് പറയുന്നത്. ഈ ഭാഗം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു ഭാഗമാണ്, കുറച്ച് സ്ട്രെസ് കിട്ടുന്നൊരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗം സ്ട്രോങ് ആയിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ക്യാൻവാസ് ഉപയോഗിക്കുന്നത്. ക്യാൻവാസ് എന്ന് പറയുന്ന ഒരു സ്റ്റിഫനിങ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു ഇന്റർലൈനിങ് മെറ്റീരിയൽ ആണ്. സ്ലീവ് പ്ലാക്കറ്റിൻ്റെ അകത്ത് ഫിക്സ് ചെയ്യുന്നതിലൂടെ പ്ലാക്കറ്റിന് കുറച്ചുകൂടി ഉറപ്പും സ്റ്റിഫ്നെസ്സും കിട്ടും. ക്യാൻവാസ് സ്ലീവ് പ്ലാക്കറ്റിൽ മാത്രമല്ല, കോളർ, കഫ്, വേസ്റ്റ് ബാൻഡ്, ഫ്രണ്ട് പ്ലാക്കറ്റിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ബാക്കിയുള്ള ഓപ്ഷൻ എന്താണ്? ഫാബ്രിക്, ത്രെഡ്, സ്റ്റാർച്ച് എന്ന് പറയുന്നത് ടെമ്പററി ആയിട്ട് ചെറിയൊരു സ്ട്രെങ്ത് കൊടുക്കും എന്നല്ലാതെ അത് ഗാർമെന്റ് നിർമ്മാണ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പെർമനൻ്റ്ലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനമല്ല. ത്രെഡ് എന്ന് പറയുന്നത് തുന്നാൻ ഉപയോഗിക്കുന്നതാണ്. ഫാബ്രിക് എന്ന് പറയുന്നത് തുണി. അപ്പൊ ആൻസർ എന്താ വരുന്നത്? ക്യാൻവാസ്. അടുത്ത ക്വസ്റ്റ്യൻ 88. പോക്കറ്റ് പൗച്ച് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏത്? പോക്കറ്റ് പൗച്ച് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏത്? ഏതാണ് ആൻസർ? ലൈനിങ് ഫാബ്രിക്. നമ്മൾ ഒരു പോക്കറ്റിന്റെ പുറത്തുനിന്ന് കാണുന്ന ഭാഗം മാത്രമല്ല, അതിൻ്റെ ഉള്ളിലേക്കൊരു ബാഗ് പോലൊരു ഭാഗം ഉണ്ടല്ലേ, നമ്മൾ സാധനങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഭാഗം. അതിനെയാണ് പോക്കറ്റ് പൗച്ച് അല്ലെങ്കിൽ പോക്കറ്റ് ബാഗ് എന്ന് പറയുന്നത്. നമ്മൾ കൈ പോക്കറ്റിനുള്ളിൽ ഇടുമ്പോൾ സ്പർശിക്കുന്നത് നമ്മൾ എന്തിനാണ്? ഈ പോക്കറ്റ് ബാഗ് അല്ലെങ്കിൽ പോക്കറ്റ് പൗച്ചിനെയാണ്. ഈ പോക്കറ്റ് പൗച്ച് നിർമ്മിക്കാൻ നമുക്ക് ലൈനിങ് ഫാബ്രിക് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? ലൈനിങ് ഫാബ്രിക് വെയിറ്റ് കുറഞ്ഞതും സോഫ്റ്റ് ആയതുമാണ്, അതുപോലെ തന്നെ ചിലവ് കുറഞ്ഞതുമായിട്ടുള്ള ഒരു തുണിയാണ്. പോക്കറ്റിന് ഒരുപാട് വെയിറ്റ് ഉണ്ടാവില്ല. നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ ഒരു പോക്കറ്റ് ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് പോലെ നമുക്ക് വെയിറ്റ് ഉള്ളതായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. നീറ്റായിട്ടുള്ള ഫിനിഷിങ്, അതുപോലെ തന്നെ എക്സ്പെൻസ് കുറയും. സോ അതുകൊണ്ട് നമ്മൾ ലൈനിങ് ഫാബ്രിക് യൂസ് ചെയ്യുന്നു. ട്രൗസർ, പാൻറ്, കോട്ട്, ബ്ലേസർ, സ്കേർട്ട് തുടങ്ങിയ വസ്ത്രങ്ങളിൽ നമ്മൾ പോക്കറ്റ് പൗച്ച് സാധാരണ ലൈനിങ് ഫാബ്രിക് ഉപയോഗിച്ച് നിർമ്മിക്കുന്നത് അതുകൊണ്ടാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ഷെൽ ഫാബ്രിക് എന്ന് പറയുന്നത് വസ്ത്രത്തിന്റെ പുറം ഭാഗത്ത് കാണുന്ന ഒരു പ്രധാന തുണിയാണ്. പോക്കറ്റ് ഓപ്പണിങ്ങിൽ അത് ഉപയോഗിക്കാം, പക്ഷേ പോക്കറ്റ് പൗച്ചിന് അത് സാധാരണ ഉപയോഗിക്കാറില്ല. നോൺ വോവൻ, ഇത് ഇന്റർലൈനിങ് പോലെയുള്ള ആവശ്യങ്ങൾക്ക് സാധാരണ കൂടുതലായി ഉപയോഗിക്കുന്നു. പോക്കറ്റ് പൗച്ചിന് പ്രധാന മെറ്റീരിയൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. മെഷ് ഫാബ്രിക് എന്ന് പറയുന്നത് ചില സ്പോർട്സ് ഗാർമെന്റിലും പ്രത്യേക ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇത് സാധാരണ പോക്കറ്റ് പൗച്ച് നിർമ്മിക്കാനായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ 89. ട്രൗസറിൽ വെൽറ്റ് പോക്കറ്റ് ഏത് ദിശയിൽ നിർമ്മിക്കുന്നു? ട്രൗസറിന്റെ വെൽറ്റ് പോക്കറ്റ് ഏത് ദിശയിലാണ് നിർമ്മിക്കുന്നത്? വെൽറ്റ് പോക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോക്കറ്റിന്റെ ഓപ്പണിംഗ് ഭാഗത്ത് നമ്മളൊരു ചെറിയൊരു ഫാബ്രിക് പീസ് ഉപയോഗിച്ചത് ഫിനിഷ് ചെയ്യുന്ന പറഞ്ഞൂല്ലേ, അതിനാണ് നമ്മൾ വെൽറ്റ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു അല്ലേ. ട്രൗസർ, പാൻറ്, കോട്ട്, ബ്ലേസർ, വേസ്റ്റ് കോട്ട് എന്നിവയിലൊക്കെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. ട്രൗസറിന്റെ പിൻവശത്തെ വെൽറ്റ് പോക്കറ്റ് സാധാരണയായിട്ട് അരയ്ക്ക്, അതായത് വേസ്റ്റിന് പാരലൽ ആയിട്ട് അഥവാ വിഡ്ത്ത് വൈസ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ടാണ് നിർമ്മിക്കുന്നത്.
അങ്ങനെ നിർമ്മിക്കുന്നതിലൂടെ നമുക്ക് എന്താണ് പോക്കറ്റിൻ്റെ എന്താ പറയുക ഡിസൈൻ അല്ലെങ്കിൽ ട്രൗസറിൻ്റെ ഡിസൈനുമായിട്ട് അതിങ്ങനെ മാച്ചായി പോകും. പോക്കറ്റിന് കുറച്ചുകൂടെ ഫിനിഷിങ് കിട്ടും. വേസ്റ്റ് ലെവലിന് പാരലായിട്ട് വിഡ്ത്ത് വൈസ് ഹൊറിസോണ്ടൽ വൈസ് ആയിട്ടാണ് നമ്മൾ പോക്കറ്റിൻ്റെ വെൽറ്റ് ട്രൗസറിൻ്റെ വെൽറ്റ് പോക്കറ്റിൻ്റെ ഡയറക്ഷൻ നമ്മൾ പറയുന്നത്. ഡയഗണൽ അല്ല, അതുപോലെ എന്താണ് നീളത്തിലല്ല, 35 ഡിഗ്രി അല്ല, അതൊന്നും ആൻസർ അല്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 90. റൗണ്ട് നെക്ക് ഫിനിഷ് ചെയ്യാൻ എളുപ്പമുള്ള രീതി ഏത്? റൗണ്ട് നെക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് എളുപ്പമുള്ള രീതി ഏത്? ആൻസർ ഏതാണ്? ബൈൻഡിങ്, പൈപ്പിംഗ്, ഓവർലോക്ക് അല്ല, ബയാസ് ഫേസിംഗ് ആണ് വരുന്നത്. ബയാസ് ഫേസിംഗ് എന്നത് ബയാസ് ഡയറക്ഷനിൽ, അതായത് 45 ഡിഗ്രി കോണിൽ മുറിച്ചെടുത്ത തുണി പീസ് ഫാബ്രിക് സ്ട്രിപ്പ് ഉപയോഗിച്ച് നെക്ക് ലൈനിൻ്റെ അകത്തെ ഭാഗം ഫിനിഷ് ചെയ്യുന്ന രീതിയാണ്. ബയാസ് ഡയറക്ഷനിൽ മുറിച്ച തുണിക്ക് നല്ല സ്ട്രെച്ച് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വളവുകൾ, കേർവ്ഡ് ഭാഗങ്ങൾ, വളവുകളുള്ള നെക്ക് ലൈൻ അത് ഈസി ആയിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുകൊണ്ടാണ് റൗണ്ട് നെക്ക് പോലെയുള്ള വളഞ്ഞ നെക്ക് ഡിസൈനുകൾക്ക് നമ്മൾ ബയാസ് ഫേസിങ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഫിനിഷിംഗ് രീതിയായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഇപ്പം റൗണ്ട് നെക്കുള്ള കുർത്തി, ടോപ്പ്, ഫ്രോക്ക്, നൈറ്റി എന്നിവയിലൊക്കെ ബയാസ് ഫേസിംഗ് ആണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് ആയ ബൈൻഡിങ് ഉപയോഗിച്ചും നമുക്ക് റൗണ്ട് നെക്ക് ഫിനിഷ് ചെയ്യാം. പക്ഷേ സാധാരണ അകത്ത് വൃത്തിയുള്ള ഫിനിഷ് നൽകാൻ നമ്മൾ അകത്തേക്ക് മടക്കി നമ്മൾ ഫിനിഷിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബയാസ് ഫേസിംഗ് ആണ് ചെയ്യുന്നത്. പൈപ്പിംഗ് എന്ന് പറയുന്നത് ഒരു ഡെക്കറേറ്റീവ് പേർപ്പസിനാണ് അല്ലേ, നെക്ക് ലൈന് ഭംഗി കൂട്ടാൻ. നമ്മൾ സാധാരണ എന്ന് പറയുന്നതും നമ്മൾ ഡെക്കറേറ്റീവ് പേർപ്പസിന് പ്രത്യേകിച്ച് സ്പെഷ്യലൈസ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ക്വസ്റ്റ്യനിൽ അങ്ങനെയാണ്. എളുപ്പമുള്ള രീതി അല്ലേ, നമ്മൾ ബേസിക് ആയിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ട് സാധാരണയായിട്ട് ചെയ്യുന്ന രീതി. അപ്പം അതുകൊണ്ട് തന്നെ ഓവർലോക്ക് എന്ന് പറയുന്നത് തുണിയുടെ റോ എഡ്ജ് ഫ്രെയിങ് ആവാതിരിക്കാൻ ചെയ്യുന്നതാണ്, അല്ലാതെ നെക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതല്ല. സോ റൗണ്ട് നെക്ക് ഫിനിഷ് ചെയ്യാൻ എളുപ്പമുള്ള രീതി ഏതാണ്? ബയാസ് ഫേസിങ്. ക്വസ്റ്റ്യൻ നമ്പർ 91. ഫ്ലാറ്റ് പാറ്റേൺ മേക്കിംഗ് എന്നത് എന്താണ്? ഫ്ലാറ്റ് പാറ്റേൺ മേക്കിംഗ് എന്നത് എന്താണ്? എന്താണ് ആൻസർ? വീവിംഗ് പ്രോസസ്, നിറ്റിംഗ് പ്രോസസ്, ഡിസൈൻ പ്രോസസ്, കളർ പ്രോസസ്. ഓപ്ഷൻസിലെ ഫ്ലാറ്റ് പാറ്റേൺ മേക്കിംഗ് എന്താണ്? ഡിസൈൻ പ്രോസസ് ആണ് അല്ലെ, വീവിംഗ് അല്ല, നിറ്റിംഗ് അല്ല, കളർ പ്രോസസ് അല്ല. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആൻസർ എന്താണ്? ഡിസൈൻ പ്രോസസ് ആണ്. ഫ്ലാറ്റ് പാറ്റേൺ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസൈൻ പ്രോസസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫേസിംഗ് മെറ്റീരിയൽ എങ്ങനെ ഫിനിഷ് ചെയ്യുന്നു? ഫേസിംഗ് മെറ്റീരിയൽ എങ്ങനെ ഫിനിഷ് ചെയ്യുന്നു? ഫേസിംഗ് മെറ്റീരിയൽ എങ്ങനെ ഫിനിഷ് ചെയ്യുന്നു? എന്താണ് ആൻസർ? റോങ് സൈഡിലേക്ക് മടക്കുന്നു. ഫോൾഡ് ഓൺ റോങ് സൈഡ്. ഫേസിംഗ് എന്ന് പറയുന്ന ഒരു വസ്ത്രത്തിൻ്റെ നെക്ക് ലൈൻ, ആം ഹോൾ, ഫ്രണ്ട് ഓപ്പണിംഗ്, വേസ്റ്റ് ലൈൻ തുടങ്ങിയ ഭാഗങ്ങളൊക്കെ നമുക്ക് നല്ല ഷേപ്പ്, സ്ട്രെങ്ത്തും നീറ്റ് ഫിനിഷിങ്ങും കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു പ്രത്യേക ഫാബ്രിക് പീസാണ് ഇത്. സാധാരണയായിട്ട് നമ്മൾ എന്താണ് ഷെൽ ഫാബ്രിക്കോ അല്ലെങ്കിൽ എന്താണ് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഫാബ്രിക്കോ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ ചോദ്യത്തിൽ പറയുന്നത് ഫേസിംഗ് തയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ ഫേസിങ്ങും ഗാർമെൻറ്റും റൈറ്റ് സൈഡ് വെച്ചാണ് തുന്നി ചേർക്കുന്നത്. അതിനുശേഷം നമ്മൾ ഫേസിങ് അകത്തേക്ക്, അതായത് റോങ് സൈഡിലേക്ക് മടക്കി വെച്ച് പിന്നെ നമ്മൾ അയൺ ചെയ്ത് അതൊന്ന് ഫിക്സ് ചെയ്ത് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് അല്ലെങ്കിൽ അണ്ടർ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫേസിങ് മെറ്റീരിയൽ എപ്പോഴും റോങ് സൈഡിലേക്കാണ് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത്. അപ്പം നെക്കിന് വൃത്തിയുള്ള ഫിനിഷ് കിട്ടും, പുറത്തുനിന്ന് ഫേസിങ് കാണില്ല, ഗാർമെൻറ്റിന് കുറച്ചുകൂടി പ്രൊഫഷണൽ ലുക്ക് കിട്ടും, റോ എഡ്ജ് അകത്തേക്ക് മറഞ്ഞിരിക്കും അല്ലേ. ബാക്കിയുള്ള എന്താണ്? റൈറ്റ് സൈഡിലേക്ക് മടക്കിയാൽ ഫേസിങ് പുറത്തേക്ക് കാണാം. നമ്മളിത് സാധാരണ രീതിയിൽ ഇപ്പം നമ്മൾ ഡെക്കറേറ്റീവ് പേർപ്പസിന് വേണ്ടി പുറത്തേക്ക് ആക്കി മടക്കി ചെയ്യുകയാണെങ്കിൽ ഓക്കെ, പക്ഷേ ഒരു സാധാരണ മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ നോർമലി ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അതല്ല. ഇനി എന്താണ്? മുന്നും പിന്നും മടക്കുക, അത് കറക്റ്റ് ആൻസർ അല്ല. പിന്നെ മുകളിലേക്ക് മടക്കുക, അതും കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ, എഡ്ജിൽ ഫ്ലാറ്റ് വെൽറ്റ് രൂപപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് എന്ത്? എഡ്ജിൽ ഫ്ലാറ്റ് വെൽറ്റ് രൂപപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് എന്ത്? ആൻസർ എന്താണ്? പൈപ്പിംഗ്. പൈപ്പിംഗ് എന്ന് പറയുന്ന ഒരു നേർത്ത തിന്നായിട്ടുള്ള ബയാസ് സ്ട്രിപ്പ് മടക്കി നമ്മൾ തിന്നായിട്ടുള്ള രീതിയിൽ ചില സമയത്ത് നമ്മൾ അതിനുള്ളിൽ കോഡ് ചേർത്ത് രണ്ട് ഫാബ്രിക് പീസുകളുടെ ഇടയിൽ തുന്നി ചേർക്കുന്ന ഒരു ഫിനിഷിങ് അല്ലെങ്കിൽ ഒരു ഡെക്കറേറ്റീവ് ടെക്നിക്കാണ്
പൈപ്പിംഗ് എന്ന് പറയുന്നത്. പൈപ്പിംഗ് ഉപയോഗിക്കുമ്പോൾ എഡ്ജ് വളരെ നീറ്റായിട്ടും ഒരു ഡെക്കറേറ്റീവ് ഭംഗിയായിട്ടും നമുക്ക് എഡ്ജ് വ്യക്തമായി എടുത്ത് കാണിക്കുന്ന രീതിയോട് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കാണാം. ഇപ്പം ചോദ്യത്തിൽ പറയുന്ന ഫ്ലാറ്റ് വെൽറ്റ് എന്ന് പറയുന്നത് എഡ്ജിൽ എന്താ പറയാ ഇങ്ങനെ പൊങ്ങിയിരിക്കാത്ത രീതിയിൽ വൃത്തിയുള്ള ഒരു ചെറിയ ഫാബ്രിക് പീസ് കാണുന്നത് പോലെയുള്ള ഫിനിഷ് ചെയ്ത് ഉണ്ടാക്കാൻ ഫ്ലാറ്റ് പൈപ്പിംഗ് ഉപയോഗിക്കുന്നു നമ്മൾ. ബാക്കിയുള്ള ഓപ്ഷൻസ് ആയ ബൈൻഡിങ് എന്ന് പറയുന്നത് ബൈൻഡിങ് ഉപയോഗിക്കുന്നത് റോ എഡ്ജ് പൂർണ്ണമായി മൂടി ഫിനിഷ് ചെയ്യാനാണ്. ബാൻഡിങ് എന്ന് പറയുന്നത് വീതിയുള്ള ഫാബ്രിക് ബാൻഡ് ചേർക്കുന്ന രീതിയാണ്. ഫേസിങ് എന്ന് പറയുന്നത് അകത്തേക്ക് മടക്കി നെക്ക് ലൈൻ, ആം ഹോൾ തുടങ്ങിയ ഭാഗങ്ങൾ ഫിനിഷ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പം ആൻസർ എന്താണ്? പൈപ്പിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ 94th. സ്വീറ്റ് ഹാർട്ട് നെക്കിന് അനുയോജ്യമായ ഫിനിഷിംഗ് ഏത്? സ്വീറ്റ് ഹാർട്ട് നെക്കിന് അനുയോജ്യമായ ഫിനിഷിംഗ് ഏത്? സ്വീറ്റ് ഹാർട്ട് നെക്കിന് ഏതാണ്? ഷേപ്ഡ് ഫേസിംഗ്. ഗേൾസിൻ്റെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ബ്ലൗസ്, ഗൗൺ, ഫ്രോക്ക്, കുർത്തി, ബ്രൈഡൽ വെയർ എന്നിവയിൽ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് നെക്കാണ് സ്വീറ്റ് ഹാർട്ട് എന്ന് പറയുന്നത്. ഈ നെക്ക് ലൈനിൽ വളവുകളും മധ്യഭാഗത്ത് 2 സൈഡിൽ കേർവ്സും മധ്യഭാഗത്ത് വി ആകൃതിയുള്ള പോയിന്റും വരണ ഒരു ടൈപ്പാണ്. സാധാരണ ഫിനിഷിംഗ് മെത്തേഡ് ഉപയോഗിച്ചാൽ നെക്ക് ലൈനിന്റെ യഥാർത്ഥ ഷേപ്പ് നഷ്ടപ്പെടാൻ നമുക്ക് ബയാസ് ഫേസ് അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഷേപ്ഡ് ഫേസിങ്, അതായത് നെക്ക് ലൈനിന്റെ അതേ ഷേപ്പിൽ തന്നെ ഫേസിങ് നിർമ്മിച്ച് ഫിനിഷ് ചെയ്യുന്ന രീതിയാണിത്. അതായത് സ്വീറ്റ് ഹാർട്ട് നെക്ക് ഏത് ആകൃതിയിലാണോ അതേ ആകൃതിയിൽ തന്നെ ഫേസിങ് മുറിച്ചെടുത്ത് പിന്നീട് റൈറ്റ് സൈഡും ചേർത്ത് തുന്നി ഫേസിങ് അകത്തേക്ക് റോങ് സൈഡിലേക്ക് മടക്കി പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ബയാസ് ബൈൻഡിങ് വളഞ്ഞ നെക്ക് ലൈനുകളിൽ ഉപയോഗിക്കുമെങ്കിലും സ്വീറ്റ് ഹാർട്ട് നെക്കിന് ഏറ്റവും മികച്ച പ്രൊഫഷണൽ ലുക്ക് ഇത് തരില്ല. ബയാസ് ഫേസിങ് ആണെങ്കിലും റൗണ്ട് നെക്ക് പോലെയുള്ള ലളിതമായ വളഞ്ഞ നെക്ക് ലൈനുകൾക്കാണ് കൂടുതലായിട്ട് അനുയോജ്യമായിട്ടുള്ളത്. അതുപോലെ ഓപ്ഷൻ ഡി കോഡ് പൈപ്പിംഗ് ആണെങ്കിലും ഡെക്കറേറ്റീവ് പേർപ്പസ് ആണെങ്കിലും ഈ ടൈപ്പ് നെക്ക് ലൈനിൽ നമുക്ക് നെക്ക് ലൈൻ ഫിനിഷ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രധാന രീതിയായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. 95ാമത്തെ ക്വസ്റ്റ്യൻ. നെക്ക് ലൈൻ അലങ്കാരത്തിന് ഉപയോഗിക്കുന്നത് എന്ത്? ഇത്രയും നേരം പറഞ്ഞ പോയിന്റ് തന്നെയാണ്. നെക്ക് ലൈനിന്റെ അലങ്കാരത്തിന് ഉപയോഗിക്കുന്നത് എന്താണ്? പൈപ്പിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ. യൂണിസെക്സ് ഡിസൈൻ ഏത്? യൂണിസെക്സ് ഡിസൈൻ. അസിമെട്രിക് നെക്ക്, കീഹോൾ നെക്ക്, സ്വീറ്റ് ഹാർട്ട് നെക്ക്, സ്റ്റീപ്ഡ് നെക്ക്. ഇതിനകത്ത് യൂണിസെക്സ് ഡിസൈൻ എന്ന് പറയുന്നത് ഏത്? യൂണിസെക്സ് എന്ന് പറയുന്നത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ അനുയോജ്യമായ ഡിസൈൻ എന്നാണ് അർത്ഥം വരുന്നത്. ഇത്തരം ഡിസൈനുകൾ ഒരു പ്രത്യേക, അതായത് ഒരു സ്ത്രീകൾക്ക് മാത്രം അല്ലെങ്കിൽ പുരുഷന്മാർക്ക് മാത്രം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ധരിക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തതല്ല. ഇനി അസിമെട്രിക് നെക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും അല്ലെങ്കിൽ സിമെട്രിക് അല്ലാത്ത, അസിമെട്രിക് 2 സൈഡും ബാലൻസ്ഡ് അല്ലാതെ, സെയിം അല്ലാത്ത, അതായത് നെക്ക് ലൈനിന്റെ 2 വശങ്ങളും ഒരേ ആകൃതിയിലോ അല്ലെങ്കിൽ ഒരേ അളവിലോ ആയിരിക്കില്ല. ഒരു വശം മറ്റേ വശത്തേക്കാൾ വ്യത്യസ്തമായിരിക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. ഈ പ്രത്യേകത കൊണ്ടാണ് അസിമെട്രിക് നെക്ക് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാഷൻ അല്ലെങ്കിൽ സ്റ്റൈലിഷ് ഡിസൈനായി കണക്കാക്കുന്നത്. ഇത് വിവിധ യൂണിസെക്സ് ഗാർമെന്റ്സിലും എന്താ പറയുക നമ്മൾ കണ്ടംപററി ഫാഷനിലും ഉപയോഗിക്കാറുള്ള ഒരു ഡിസൈനാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് പറഞ്ഞ കീഹോൾ നെക്ക്. ഇത് പ്രധാനമായിട്ടും സ്ത്രീകളുടെ വസ്ത്രങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു നെക്ക് ഡിസൈനാണ്. അതുപോലെ തന്നെ സ്വീറ്റ് ഹാർട്ട് നെക്ക് പ്രധാനമായിട്ടും ലേഡീസ് ഡ്രസ്സിൽ ഉപയോഗിക്കുന്ന ഒരു ഡിസൈനാണ്. സ്റ്റീപ്ഡ് നെക്ക് എന്ന് പറയുന്നത് എന്താണ്? അതും ഇതുപോലെ തന്നെ യൂണിസെക്സ് ഡിസൈനായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റില്ല. അടുത്ത ക്വസ്റ്റ്യൻ. തടി കുറഞ്ഞ നീളമുള്ള കഴുത്തിന് അനുയോജ്യമായത് ഏത്? ഓപ്ഷൻസിലെ ഫ്ലാറ്റ് കോളർ, സ്റ്റാൻഡിംഗ് കോളർ, സ്കൂപ്പ് നെക്ക്, സ്ക്വയർ നെക്ക്. ഇതിനകത്ത് തടി കുറഞ്ഞ നീളമുള്ള കഴുത്തിന് അനുയോജ്യമായിട്ടുള്ളത് ഏതാണ്? സ്റ്റാൻഡിംഗ് കോളർ. സ്റ്റാൻഡിംഗ് കോളർ എന്ന് പറയുന്നത് കഴുത്തിൽ നിന്നും നേരെ മുകളിലേക്ക് നിൽക്കുന്നൊരു കോളറാണ്. ഇത് കഴുത്തിന് ചുറ്റിപ്പിടിച്ച് നിൽക്കുന്നതിനാൽ കഴുത്തിന് കൂടുതൽ ഉയരവും ഭംഗിയും നൽകുന്നു. തടി കുറഞ്ഞ നീളമുള്ളതുമായ കഴുത്തുള്ളവർക്ക് സ്റ്റാൻഡിംഗ് കോളറാണ് ഏറ്റവും സ്യൂട്ടബിൾ. കാരണം ഇത്തരക്കാരിൽ കഴുത്ത് കൂടുതൽ നീളം തോന്നാതിരിക്കാനും കഴുത്തിന് നല്ല ബാലൻസ് ലഭിക്കാനും സ്റ്റാൻഡിംഗ് കോളർ സഹായിക്കുന്നു.
സ്റ്റാൻഡിങ് കോളർ കഴുത്തിനെ ഭംഗിയായി മൂടുന്നതിനാൽ കഴുത്തിൻ്റെ നീളം നമുക്ക് വിഷ്വലി കുറച്ച് കാണിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു ലുക്കാണ് തരുന്നത്. ബാക്കി ഫ്ലാറ്റ് കോളർ തോളിലേക്ക് പരന്ന് കിടക്കുന്ന കോളറാണ്. ഇത് നീളമുള്ള കഴുത്തിന് ബാലൻസ് നൽകുന്നില്ല. സ്കൂപ്പ് നെക്ക് എന്ന് പറയുന്നത് കഴുത്തിന് കൂടുതൽ തുറന്നു കാണിക്കുന്നതിൽ കഴുത്തിന് കൂടുതൽ നീളമുള്ളതായി തോന്നാം. സ്ക്വയർ നെക്ക് തോളിൻ്റെ വീതി എടുത്ത് കാണിക്കും. എന്നാൽ ക്വസ്റ്റ്യനിൽ ചോദ്യത്തിന് അനുയോജ്യമായിട്ടുള്ളത് ഏതാണ്? സ്റ്റാൻഡിങ് കോളർ. 98ാമത്തെ ക്വസ്റ്റ്യൻ. ഏറ്റവും കുറഞ്ഞ നെക്ക് ഡ്രോപ്പ് ഉള്ള ഡിസൈൻ ഏത്? ഓപ്ഷൻ എലിപ്റ്റിക്കൽ നെക്ക്, റൗണ്ട് നെക്ക്, ബോട്ട് നെക്ക്, സ്കൂപ്പ് നെക്ക്. നെക്ക് ഡ്രോപ്പ് എന്നത് കഴുത്തിൻ്റെ അടിഭാഗത്തിൽ നിന്ന് താഴേക്ക് എത്ര ആഴത്തിൽ നെക്ക് ലൈൻ ഇറങ്ങുന്നു എന്ന അളവിനെയാണ് നമ്മൾ നെക്ക് ഡ്രോപ്പ് എന്ന് പറയുന്നത്. നെക്ക് ഡ്രോപ്പ് കൂടുന്നതനുസരിച്ച് നെക്ക് ലൈൻ കൂടുതൽ താഴേക്ക് ഇറങ്ങും. നെക്ക് ഡ്രോപ്പ് കുറവാണെങ്കിൽ നെക്ക് ലൈൻ കഴുത്തിനോട് ചേർന്നിരിക്കും. അപ്പോൾ ഏറ്റവും കുറഞ്ഞ നെക്ക് ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയുമ്പോൾ തന്നെ മനസ്സിലാവും ബോട്ട് നെക്കാണ് അല്ലേ. തോളിൽ നിന്ന് തോളിലേക്ക് ഏകദേശം നേരായ രീതിയിൽ നീളുന്ന വിശാലമായ ഒരു നെക്ക് ലൈനാണ്. ഇത് ബോട്ടിൻ്റെ ആകൃതിയോട് സിമിലർ ആയിട്ടുള്ളതുകൊണ്ടാണ് ആ ഒരു പേര് പറയുന്നത് അല്ലേ. അതിന് കുറഞ്ഞ നെക്ക് ഡ്രോപ്പ് മാത്രമാണ് ഇതിനുള്ളത്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? എലിപ്റ്റിക്കൽ നെക്ക്, ഓവൽ ഷേപ്പും താഴേക്ക് ഇറങ്ങുന്നതിനാൽ ബോട്ട് നെക്കിനേക്കാൾ കൂടുതൽ നെക്ക് ഡ്രോപ്പ് ഉണ്ടാവും. റൗണ്ട് നെക്കിനും ബോട്ട് നെക്കിനേക്കാൾ കൂടുതൽ നെക്ക് ഡ്രോപ്പ് ഉണ്ടാവും. സ്കൂപ്പ് നെക്കിനും അതുപോലെ തന്നെ ആഴമുള്ള നെക്ക് ഡ്രോപ്പ് ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ. അൺഫോൾഡഡ് ഫാബ്രിക്കിൽ ഡ്രോ ചെയ്ത് കട്ട് ചെയ്യേണ്ട ഡിസൈൻ ഏത്? അൺഫോൾഡഡ് ഫാബ്രിക്കിൽ ഡ്രോ ചെയ്ത് കട്ട് ചെയ്യേണ്ട ഡിസൈൻ ഏത്? അതായത് ആൻസർ ചെയ്താൽ വരുന്നത് അസിമെട്രിക് നെക്ക്. അസിമെട്രിക് എന്ന് പറഞ്ഞത് നോട്ട് സിമെട്രിക്കൽ, രണ്ട് സൈഡും ഒരുപോലെ ഉള്ളതല്ല അല്ലേ. നെക്ക് ലൈൻ്റെ ഇടത് ഭാഗവും വലത് ഭാഗവും ഒരേ ആകൃതിയിലോ ഒരേ അളവിലോ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തുണി ഫോൾഡ് ചെയ്തിട്ട് സാധാരണ റൗണ്ട് നെക്ക്, സ്ക്വയർ നെക്ക്, സ്വീറ്റ് ഹാർട്ട് നെക്ക് തുടങ്ങിയ നെക്കുകളിൽ ഈ രണ്ട് ഭാഗവും സിമെട്രിക്കലി ഉള്ളത് കൊണ്ട് ഫാബ്രിക് മടക്കി നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ രണ്ട് സൈഡും ഈക്വൽ അല്ലെങ്കിൽ ഒരുപോലെ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? തുണി അൺഫോൾഡഡ് ഫാബ്രിക്കിൽ വേണമെങ്കിൽ തുണി ഫോൾഡ് ചെയ്യാതെ വിരിച്ചിട്ട് ഒറ്റ ലെയറായി വിരിച്ച് പാറ്റേൺ ഡ്രോ ചെയ്ത് കട്ട് ചെയ്യേണ്ടതാണ്. സോ ആൻസർ എന്താണ്? അസിമെട്രിക്കൽ നെക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. പുരുഷന്മാരുടെ കുർത്ത പൈജാമയ്ക്ക് പ്ലാക്കറ്റോട് കൂടി അനുയോജ്യമായ നെക്ക് ഷേപ്പ് ഏത്? പുരുഷന്മാരുടെ കുർത്ത പൈജാമയ്ക്ക് പ്ലാക്കറ്റോട് കൂടി അനുയോജ്യമായ നെക്ക് ഏത്? ആൻസർ ഏതാണ്? റൗണ്ട് നെക്ക്. കുർത്ത ഇന്ത്യയിൽ പുരുഷന്മാർ ഏറ്റവും കൂടുതൽ ധരിക്കുന്ന പരമ്പരാഗത വസ്ത്രങ്ങളിൽ ഒന്നാണ്. സാധാരണ ഇതിന്റെ മുൻവശത്ത് ചെറിയൊരു പ്ലാക്കറ്റ് ഓപ്പണിംഗ് ഉണ്ടാവും. ഈ പ്ലാക്കറ്റ് വഴി തല എളുപ്പത്തിൽ കടത്താനും വസ്ത്രം ധരിക്കാനും അഴിക്കാനും കഴിയുന്ന രീതിയാണ്. ഇനി റൗണ്ട് നെക്ക് എന്താണ്? റൗണ്ട് നെക്ക് എന്ന് പറയുമ്പോൾ കഴുത്തിന് ചുറ്റുമായി വൃത്താകൃതിയിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു നെക്ക് ലൈൻ ആണ്. പുരുഷന്മാരുടെ കുർത്തിയിൽ സാധാരണയായിട്ട് ഈ റൗണ്ട് നെക്കിന് മുൻവശത്ത് ഒരു ചെറിയ പ്ലാക്കറ്റ് നൽകാറുണ്ട് അല്ലേ. സാധാരണ ഉണ്ടാവണം അങ്ങനെയാണ്. ബാക്കിയുള്ള ഓപ്ഷനായ സ്ക്വയർ നെക്ക് പ്രധാനമായും സ്ത്രീകളുടെ വസ്ത്രങ്ങളിൽ ഉപയോഗിക്കുന്ന നെക്ക് ഡിസൈൻ ആണ്. വി നെക്ക് ചില ഫാഷൻ ഗാർമെന്റ്സിൽ ജെൻസ് ഇടാറുണ്ടെങ്കിലും കൂടി ട്രഡീഷണൽ വെയറിൽ കുർത്തയിലൊന്നും നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. സ്കൂപ്പ് നെക്ക് ആഴം കൂടിയ നെക്ക് ലൈൻ ഡിസൈൻ ആണ്. അത് കുർത്ത പൈജാമയ്ക്ക് അത്ര സ്യൂട്ടബിൾ ആയിട്ടുള്ള നെക്ക് ഷേപ്പ് അല്ല. സോ റൗണ്ട് നെക്ക് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ 1000 ക്വസ്റ്റ്യൻ PDF-ലെ എക്സ്പ്ലനേഷൻ സീരീസിൽ 4ാമത്തെ വീഡിയോ ആണിത്. അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.